ആലപ്പുഴയിൽ യുവാവിന്റെ കാലിൽ തറച്ച ചില്ല് നീക്കാതെ മുറിവ് തുന്നിക്കെട്ടി എന്ന് പരാതി. അതെന്നാപ്പാ പരിപാടി? വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെയാണ് പുന്നപ്ര സ്വദേശിയായ അനന്തു പരാതി നൽകിയത്. 5 മാസത്തിന് ശേഷം സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ചില്ല് കണ്ടെത്തി. നമുക്ക് പ്രതികരണമുണ്ട്, അതൊന്ന് കേൾക്കാം. സാഗരയിൽ ചെന്ന് അപ്പോൾ അവർ പറഞ്ഞു അവിടുത്തെ ഡോക്ടറിൻ്റെ ഈ റിസൾട്ടും കാര്യങ്ങളും കാണിച്ചാൽ പറഞ്ഞു അഡ്മിറ്റ് ആകേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്ന് പറയുകയും ചെയ്തു. ഷുഗറിനെ തുടർന്ന് അഡ്മിറ്റ് ആകേണ്ട കാര്യങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞ് കാലിൻ്റെ കെട്ടും കൂടെ അഴിച്ച് കാണിക്കുക, കാലും കൂടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ കാലിൻ്റെ കെട്ട് കാണിച്ച് അപ്പോൾ ആ ഡോക്ടറെ നോക്കിയപ്പോഴേ പറഞ്ഞു ഇതിനകത്ത് എന്തോ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് അവർ കത്രയ്ക്ക് എടുക്കാൻ നോക്കി, പക്ഷേ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പറഞ്ഞ് രാവിലെ സർജൻ വന്നിട്ട് സർജനെ കാണിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളെ വിടുകയുണ്ടായിരുന്നു രാത്രി. പിറ്റേന്ന് രാവിലെ 29-ാം തീയതി രാവിലെ ചെന്ന് സർജനെ ഒപ്പിച്ചെന്ന് സർജനെ കാണിച്ചു. അന്ന് ആ സർജൻ അവിടെ കാലിൽ മുട്ടിന് താഴെ കീറി ഈ കുപ്പിച്ചിൽ അവിടെ നിൽക്കുകയും ചെയ്തു. ശരത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, ഇത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്നതാണ് അല്ലേ ഈ തുന്നിക്കെട്ടൽ? ഇതിൽ അനന്തു പറയുന്നത് മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെയാണ് തുന്നിക്കെട്ടിയത്. തുന്നിക്കെട്ടുമ്പോൾ ഈ ചില്ല് കാലിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആരാണ് ഈ ചില്ലൊന്നും എടുത്ത് മാറ്റുന്നതിന് മുമ്പ് തുന്നിക്കെട്ടി? അവർക്ക് എന്തായിരുന്നു ഇത്ര ധൃതി? ഈ അനന്തു പറയുന്നതിൽ വാസ്തവമുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതൊരു കൃത്യവിലോപമാണ്. സ്വകാര്യ ആശുപത്രിയിൽ പോയിട്ടാണ് അത് എടുത്തിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഇത് മെഡിക്കൽ കോളേജിൽ തന്നെ തുന്നിക്കെട്ടിയതാണെന്ന് നമുക്ക് ഉറപ്പിക്കാമല്ലോ അല്ലേ ശരത്? അരുൺകുമാർ, അത് തന്നെയാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ അനന്തു പോലീസിലും ഒപ്പം DMOയ്ക്കും കളക്ടർക്കുമടക്കം സൂപ്രണ്ടിനുമടക്കം പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിൽ പറയുന്നത് എങ്ങനെയാണ്? കഴിഞ്ഞ ജൂലൈ 17 ഇത്തരത്തിൽ വളഞ്ഞ വഴിയിൽ വെച്ച് അനന്തുവിന്റെ ബൈക്കും മറ്റൊരു കാറും തമ്മിൽ അപകടത്തിൽപ്പെടുന്നു. അപകട സമയത്ത് അനന്തുവിന്റെ വലതു കാലിന് മുറിവുണ്ടായിരുന്നു, മാത്രമല്ല മറ്റു പരിക്കുകളും ഉണ്ടായിരുന്നു. തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയും ചെയ്തു. ചികിത്സ തേടിയ സമയത്ത് ആശുപത്രി എത്തിച്ച ഉടൻ തന്നെ ഇത്തരത്തിൽ ഈ മുറിവ് തുന്നിക്കെട്ടുകയും പ്ലാസ്റ്റർ ഇടുകയും പിന്നീട് അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. 2 ദിവസത്തിന് ശേഷം വിട്ടയക്കുകയും ചെയ്തു, ഡിസ്ചാർജ് ചെയ്തു. പിന്നീട് എടുത്തെങ്കിൽ പോലും ആ സമയത്തും ഡോക്ടർമാർ ഇത് ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഈ ഡിസംബറിലാണ് അനന്തുവിന് ഇത് കൂടുതൽ പ്രയാസമായി തോന്നുന്നത്. അതായത് അനന്തു ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ജോലിക്കാരനാണ്. ഈ മുറിവുണ്ടായതിനു ശേഷം ജോലിക്ക് പോലും പോകാൻ കഴിഞ്ഞില്ല വേദനയെ തുടർന്ന്. ഡിസംബറിൽ ഈ മുറിവുണ്ടായ ഭാഗത്ത് ഒരു മുഴയുണ്ടാവുകയും പിന്നീട് ഡിസംബർ അവസാനമാകുമ്പോഴേക്കും അത് ആ മുഴ പൊട്ടി ഒലിക്കുന്ന സാഹചര്യം വന്നു. തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിൽ തന്നെ കാണിച്ചു എന്നുള്ളതാണ് അനന്തു ഈ പരാതിയിൽ പറയുന്നത്. ആ സമയത്ത് ഷുഗർ കൂടിയതാണ് ഇത്തരത്തിൽ ഈ പ്രശ്നത്തിന് കാരണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഷുഗർ കൂടിയത് കൊണ്ട് തന്നെ ചികിത്സ വേണം, ICUവിലടക്കം പ്രവേശിപ്പിക്കേണ്ടി വരുമെന്ന് പറയുന്നു. അങ്ങനെ ICU എന്ന് കേട്ടതോടുകൂടി തന്നെ അനന്തു മറ്റൊരു ആശുപത്രിയിലേക്ക്, ഈ ഡോക്ടർമാർ മറ്റോ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു ആശുപത്രിയിലേക്ക് ചികിത്സ തേടാൻ വേണ്ടി പോകുന്നു. അവിടെയുള്ള ഡോക്ടർ പരിശോധിച്ചപ്പോഴാണ് ഈ മുറിവിലൊരു വലുപ്പവും അതിൽ മറ്റെന്തോ വസ്തു ഉണ്ടെന്നും സംശയിക്കുന്നു. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് അതിൽ 1.5 ഇഞ്ച് വലുപ്പമുള്ള ഒരു ഗ്ലാസ്, അതായത് ഈ വാഹനത്തിന്റെ ഗ്ലാസ് ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ രീതിയിലുള്ള ഒരു ഗ്ലാസിന്റെ ഒരു കഷ്ണം ഈ മുറിവിൽ നിന്ന് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഇത് അപകടത്തിൽ പറ്റിയതാണ് എന്നുള്ളതാണ് അനന്തു പരാതിയിൽ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. ശരത്താണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോകുന്നവരുണ്ടാവോ? ഈ ചില്ലൊന്ന് ഉള്ളിൽ നിന്ന് എടുത്ത് തുന്നിക്കെട്ടിയാൽ മനസ്സിലാക്കും എന്തൊരു ധൃതിയാണെന്നേ. ഇന്നത്തെ എങ്ങോട്ടാ പോകാനുള്ളത്? പാവപ്പെട്ട രോഗി ആ ചില്ലുമായിട്ട് കുറച്ച് നാൾ നടന്നു എന്നാണ് അനന്തു പറയുന്നത് വാസ്തവമാണെങ്കിൽ അത് ആരാണ് ചെയ്തത്, അവർക്കെതിരെ നടപടി ഉണ്ടാവുക എന്നുള്ളതാണ്.